viewers, welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 23rd lecture of Management Concepts and Thought. In this lecture, we are discussing about responsibility and accountability. Let us discuss the meaning of responsibility. Responsibility means the obligation of an individual to perform activities or duties which are assigned to him. Responsibility is the obligation to do something. It is the duty that one has to perform its organizational tasks, functions and assignments. ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ എംപ്ലോയിക്കോ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അവർ പെർഫോം ചെയ്യാനുള്ള അവരുടെ കടമയോ ബാധ്യതയോ ആണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഓബ്ലിഗേഷനാണ്. ആ ഓബ്ലിഗേഷനെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഓബ്ലിഗേഷനെ നമുക്ക് എന്തെന്ന് പറയാം? റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതുപോലെ ഓർഗനൈസേഷണൽ ടാസ്കും ഫങ്ഷൻസും അസൈൻമെൻറ്റും ഒക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു പേഴ്സൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ കടമയെയും എന്തെന്ന് പറയാം? റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. റെസ്പോൺസിബിലിറ്റി ഓൾവേസ് ഫ്ലോസ് അപ്വേർഡ് ഫ്രം സബോർഡിനേറ്റ് ടു എ സുപ്പീരിയർ. സുപ്പീരിയറിലേക്ക് സബോർഡിനേറ്റിൽ നിന്നും ഫ്ലോ ചെയ്യുന്ന ഒന്നാണ് റെസ്പോൺസിബിലിറ്റി. എപ്പോഴും സബോർഡിനേറ്റിനാണ് സുപ്പീരിയറോട് എന്തുണ്ടാവുക? റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. റെസ്പോൺസിബിലിറ്റി നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതോറിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഡെലിഗേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ റെസ്പോൺസിബിലിറ്റി, ഒരാളിൽ നിക്ഷിപ്തമായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി, അയാളുടെ കടമ അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? മറ്റൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഫ്ലോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് സൈഡിലേക്കാണ്. അതോറിറ്റി ഡൗൺവേർഡ് ആണ് എങ്കിൽ റെസ്പോൺസിബിലിറ്റി അപ്വേർഡ് ഫ്ലോയിലുള്ളതാണ്. Definition of responsibility. According to G.R. Terry, responsibility is the obligation to carry out assigned activities to the best of the abilities. G.R. Terry പറഞ്ഞ ഡെഫിനിഷൻ, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ എബിലിറ്റിയിൽ ബെസ്റ്റായിട്ടുള്ള ഒരു എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അസൈൻ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്തു തീർക്കാനുള്ള ഓബ്ലിഗേഷനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് G.R. Terry പറഞ്ഞു. റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഓബ്ലിഗേഷൻ ടു ക്യാരി ഔട്ട് അസൈൻഡ് ആക്ടിവിറ്റീസ് ടു ദ ബെസ്റ്റ് ഓഫ് ദ എബിലിറ്റീസ്. Features or characteristics of responsibility. First one, assigned to human being. Responsibility can be assigned only to human beings and not to any machines or mechanism. റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ ഉണ്ടാകൂ. മെഷീൻസിനൊന്നും എന്തില്ല, ഫീലിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകില്ല. ദെൻ സെക്കൻഡ് വൺ, എറൈസസ് ഫ്രം സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. റെസ്പോൺസിബിലിറ്റി എറൈസസ് ഫ്രം സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാകത്തുള്ളൂ? റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത് സബോർഡിനേറ്റിന് സുപ്പീരിയറോടാണ്. തേർഡ് വൺ, എ കണ്ടിന്യൂയിങ് ഓബ്ലിഗേഷൻ ഓർ കോൺഫ്ലിക്റ്റ് ടു സിംഗിൾ ഫങ്ഷൻ. Responsibility may be a continuing obligation or confined to the performance of a single function. റെസ്പോൺസിബിലിറ്റി ഒരു കണ്ടിന്യൂയിങ് ഒബ്ലിഗേഷനാണ്. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ് എങ്കിൽ റെസ്പോൺസിബിലിറ്റി കണ്ടിന്യൂഷനാണ്. ദെൻ ഏതെങ്കിലും ഒരു സിംഗിൾ ഫങ്ഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ പെർഫോം ചെയ്യുന്ന ഫങ്ഷനിൽ ആ റെസ്പോൺസിബിലിറ്റി ആ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. ദ നെക്സ്റ്റ് പോയിന്റ്, defined in terms of functions or goals. Responsibility may be defined in terms of functions, targets or goals. ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ടാർഗറ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഏതെങ്കിലും അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫങ്ഷൻസ് പെർഫോം ചെയ്യുക എന്ന് പറയുന്നതെല്ലാം അങ്ങനെ ഡിഫൈൻഡ് ആയിരിക്കും. ഏതൊക്കെ കാര്യത്തിലാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഡിഫൈൻഡ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് ടു പെർഫോം ദ ഡ്യൂട്ടി. ദ എസൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് ടു പെർഫോം ദ ഡ്യൂട്ടി അസൈൻഡ് ടു ഹിം.
അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി പെർഫോം ചെയ്യുക എന്ന് പറയുന്ന സബോർഡിനേറ്റിൻ്റെ ഒബ്ലിഗേഷനെയാണ് യഥാർത്ഥത്തിൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുക. അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വർക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് എസൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഓഫ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് അതോറിറ്റി. When a subordinate is delegated authority, he becomes responsible to his superior for the proper use of delegated authority. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതോറിറ്റി നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ആ അതോറിറ്റിയിൽ എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എക്സാമ്പിൾ, ഒരു സുപ്പീരിയർ അയാളുടെ അതോറിറ്റി സബോർഡിനേറ്റിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാൻ വർക്ക് ലോഡ് കൂടുതലുള്ളത് കൊണ്ട് സുപ്പീരിയർ അയാളുടെ കുറച്ച് വർക്ക് ആരിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നു, സബോർഡിനേറ്റിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നു. അപ്പം അത് ചെയ്ത് തീർക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്, ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയ വർക്കിനെ പ്രോപ്പർ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് പെർഫോം ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി സബോർഡിനേറ്റിന് സുപ്പീരിയറോട് ഉണ്ടായിരിക്കും. ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന അതോറിറ്റി സബോർഡിനേറ്റ് അയാളുടെ സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യാണ്, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പറയേണ്ടത് ഈ സബോർഡിനേറ്റ് അയാളുടെ സുപ്പീരിയറോടാണ്. എ എന്ന് പറയുന്ന സുപ്പീരിയർ ബി എന്ന് പറയുന്ന സബോർഡിനേറ്റിന് കുറച്ച് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു. ആ ബി എന്ന് പറയുന്ന സബോർഡിനേറ്റ് അയാളുടെ സി എന്ന് പറയുന്ന സബോർഡിനേറ്റിലേക്ക് ആ വർക്കിനെ എന്ത് ചെയ്തു, വീണ്ടും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ സി ഒരിക്കലും എ എന്ന് പറയുന്ന സുപ്പീരിയറോട് റെസ്പോൺസിബിൾ അല്ല. ബി ആയിരിക്കും എപ്പോഴും എയോട് റെസ്പോൺസിബിൾ ആവുക. ബിക്കാണ് എ എന്ത് കൊടുത്തിരിക്കുന്നത്, എ എന്ന് പറയുന്ന സുപ്പീരിയർ ബിക്കാണ് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ബി ആണ് എയോട് എപ്പോഴും റെസ്പോൺസിബിൾ ആവുക. നെക്സ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി ഈസ് അബ്സല്യൂട്ട്. Responsibility is absolute and cannot be delegated. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണ്, സ്വന്തമായിട്ട് നിലനിൽക്കുന്നതാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരാൾക്ക് മറ്റൊരാളോടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ വേറൊരാളിലേക്ക് നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ ഫ്ലോസ് അപ്വേർഡ്. റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്. Always a subordinate is responsible to his superior. റെസ്പോൺസിബിലിറ്റി എപ്പോഴും സബോർഡിനേറ്റിന് സുപ്പീരിയറോട് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റിന് സുപ്പീരിയറോടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അപ്വേർഡ് ഫ്ലോ ആണ് റെസ്പോൺസിബിലിറ്റിക്കുള്ളത്. ദെൻ അക്കൗണ്ടബിലിറ്റി. ദ ടേം അക്കൗണ്ടബിൾ മീൻസ് ആൻസറബിൾ ഫോർ വൺസ് കണ്ടക്ട്. അക്കൗണ്ടബിലിറ്റി ഈസ് ദ പേഴ്സണൽ ആൻസറബിലിറ്റി ഫോർ റിസൾട്ട്സ്. സബോർഡിനേറ്റ് അയാൾ ചെയ്ത് തീർത്ത വർക്കിനെ അയാൾ ആൻസറബിൾ ആണ്, തന്ന ആളോട് ആൻസറബിൾ ആണ്, അത് കംപ്ലീറ്റ് ചെയ്തോ, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് അക്കൗണ്ടബിൾ ആണ് സബോർഡിനേറ്റ് സുപ്പീരിയറോട്. അക്കൗണ്ടബിലിറ്റി മീൻസ് ദാറ്റ് എ സബോർഡിനേറ്റ് ടു ഹും എ ഡ്യൂട്ടി ഹാസ് ബീൻ അസൈൻഡ് ആൻഡ് അതോറിറ്റി ഹാസ് ബീൻ ഡെലിഗേറ്റഡ് become answerable to the superior for the proper performance of his duty and for proper exercise of delegated authority. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയ അതോറിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി, സുപ്പീരിയർ ഡെലിഗേറ്റ് ചെയ്ത് തന്ന അതോറിറ്റിയോ അല്ലെങ്കിൽ ഡ്യൂട്ടിയോ സബോർഡിനേറ്റ് പെർഫോം ചെയ്ത് എവിടെ വരെ എത്തി, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതിന് എപ്പോഴും സുപ്പീരിയറോട് സബോർഡിനേറ്റ് ആൻസറബിൾ ആയിരിക്കണം. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സബോർഡിനേറ്റിനാണ് സുപ്പീരിയറോട് എന്തുണ്ടായിരിക്കുക, അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കുക. ദെൻ ഡിഫൈൻ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഈസ് ദ ഓബ്ലിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു റിപ്പോർട്ട് ഫോർമലി ടു ഹിസ് സുപ്പീരിയർ about the work he has done to discharge the responsibility. സുപ്പീരിയർ തന്ന വർക്ക് എന്തായി, അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് ഫോർമലായിട്ടുള്ള റിപ്പോർട്ട് ഇൻഡിവിജ്വൽ ആർക്ക് കൊടുക്കണം, സുപ്പീരിയർക്ക് കൊടുക്കണം. അത് സബോർഡിനേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വർക്കിനെ കുറിച്ച് സബോർഡിനേറ്റ് സുപ്പീരിയറിന് കൊടുക്കുന്ന ഫോർമൽ റിപ്പോർട്ടിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടബിലിറ്റി. First one, reporting to the superior. Accountability is the reporting
by the subordinate to the superior about the exercise of the authority delegated. സുപ്പീരിയർ സബോർഡിനേറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത അതോറിറ്റി എങ്ങനെ എക്സസൈസ് ചെയ്തു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടിങ്ങിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, നോൺ ട്രാൻസ്ഫറബിൾ ആണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ. The superior, even after he had delegated the authority, is accountable for the lapse of the subordinate whom he had delegated the authority. Accountability transfer ചെയ്യാൻ പറ്റുന്നതല്ല. സുപ്പീരിയർ അതോറിറ്റി സബോർഡിനേറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഡെലിഗേറ്റ് ചെയ്ത അതോറിറ്റിയെക്കുറിച്ചുള്ള എല്ലാ ഉത്തരവാദിത്വവും സബോർഡിനേറ്റിനാണ്. സബോർഡിനേറ്റ് അത് എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കണം. തേർഡ് വൺ, അപ്വേർഡ് ഫ്ലോ. അക്കൗണ്ടബിലിറ്റി ഓൾവേസ് ഫ്ലോസ് അപ്വേർഡ്, ദാറ്റ് ഈസ് ഫ്രം സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. അക്കൗണ്ടബിലിറ്റി എപ്പോഴും അപ്വേർഡ് ഫ്ലോ ആണ്. സബോർഡിനേറ്റിൽ നിന്നും സുപ്പീരിയറോടാണ് എപ്പോഴും ആൻസറബിലിറ്റി ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അപ്വേർഡ് ഫ്ലോ ആണ്. ദെൻ ഫോർത്ത് വൺ, യൂണിറ്റി ഓഫ് കമാൻഡ്. The subordinate should be accountable only to one superior. ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം കമാൻഡിന്. ഇപ്പോൾ സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമാണ് എങ്കിൽ അവിടെ അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യാം? സാധ്യമാകും. അപ്പോൾ സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറോട് മാത്രം ആൻസറബിൾ ആയിരുന്നാൽ മതിയാകും. These are the 4 features of accountability. First one, reporting to the superior. Then second one, not transferable. Third one, upward flow. Then fourth one, unity of command. Okay, this is all for today's session. Thank you for listening.